രാഹുലിന്റെ പ്രത്യേക നീക്കം അത് വിജയം കണ്ടു. 35 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ താരോദയമാണ് കാണാൻ സാധിക്കുന്നത്. കലങ്ങിമറിയുന്ന രാഷ്ട്രീയ അന്തരീക്ഷമുള്ള ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ തുടക്കത്തിൽ കോൺഗ്രസിന് കാണാനുണ്ടായിരുന്നില്ല. അവിടെ ദേശീയ പ്രാദേശിക മാധ്യമങ്ങളടക്കം മുഴുവൻ മാധ്യമങ്ങളും പറഞ്ഞു കോൺഗ്രസ് ചിത്രത്തിലേ ഇല്ല എന്ന്. പണ്ട് ചരിത്രത്തിൽ മാത്രമേ ഉള്ളൂ എന്നും ഇക്കൂട്ടർ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് രാഹുലും പ്രിയങ്കയും ചേർന്നൊരു പദ്ധതി ഇട്ടു. അതിൽ ഒരു രൂപരേഖ തയ്യാറായി. അതിനൊരു തീർപ്പും കൽപ്പിക്കുകയാണ് ഉണ്ടായത്. അവിടെ രാജസ്ഥാനിൽ നിന്നും രാഹുൽ തന്റെ സഹോദര തുല്യനായവനെ കളത്തിലേക്ക് ഇറക്കിയപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അടക്കം BJPയും എല്ലാം ഒന്ന് സ്തംഭിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആ സഹോദരനെയും കോൺഗ്രസിന്റെ വലിയ സ്റ്റാർ പ്രചാരകളിൽ ഒരാളായ സച്ചിൻ പൈലറ്റ് കഴിഞ്ഞ 4-5 ദിവസമായി ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവമാണ്. ദിവസവും 2-3 റാലികളിൽ പങ്കെടുക്കുന്ന സച്ചിൻ പൈലറ്റിന് ജനക്കൂട്ടത്തെ ആകർഷിക്കാനും കോൺഗ്രസ് അണികളെ ആവേശഭരിതരാക്കാനും കഴിയുന്നുണ്ട്. യുവാക്കളിലും സ്ത്രീകളിലും നാഗരിക വോട്ടർമാരിലും സച്ചിനുള്ള സ്വാധീനം വോട്ടായി മാറുമോ എന്ന് ഫെബ്രുവരി 8 അറിയാം. എന്താണെങ്കിലും 15-20 സീറ്റുകളിലാണ് കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. എന്നാൽ പാർട്ടിയുടെ ആഭ്യന്തര റിപ്പോർട്ട് അനുസരിച്ച് 35 സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ നല്ല മത്സരവും കാഴ്ചവെക്കുന്നുണ്ട്. 10-12 സീറ്റുകൾ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 5 ദിവസം കോൺഗ്രസിന്റെ എല്ലാ പ്രമുഖ നേതാക്കളും റാലികളും റോഡ് ഷോകളും ദില്ലിയുടെ മുക്കിലും മൂലയിലും ഉണ്ടാവും. ചെറുതും വലുതുമായ 100ഓളം റാലികളും റോഡ് ഷോകളും ഈ 35 മണ്ഡലങ്ങളിലായിട്ട് അടുത്ത 5 ദിവസം ഉണ്ടാവുക. അന്തിമ ഫലം എന്തായാലും പരമാവധി വോട്ട് നേടുക എന്നത് മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന ഒരു 2029 ഉണ്ട്. അന്നൊരു ലോകസഭയുണ്ട്. അന്ന് ഈ പ്രതിപക്ഷ കസേരയിൽ ഇരിക്കുന്ന രാഹുലിനെ പ്രധാനമന്ത്രിയായി വാഴ്ത്തേണ്ടതുണ്ട്. അതിലേക്കൊക്കെ ഉള്ള ഒരു പരിശ്രമമാണ് രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഇന്നേ തുടങ്ങുന്നത്.